السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വിശുദ്ധ റമളാനിനോട് ചാരി നിൽക്കുന്ന ഒരു ദിനത്തിന്റെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. സാന്ദർഭികമായ വിഷയങ്ങൾ ഫിഖിയായി മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ ഒരുമിക്കൽ കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. മനുഷ്യന് ഓരോ ശരീരവും ആത്മാവും ഉള്ളതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും ഒരു ശരീരമുണ്ട്, ഒരു ആത്മാവുണ്ട്. അതിന്റെ ശരീരമാണ് അതിന്റെ ഫിഖിയായ നിയമങ്ങൾ, അതിന്റെ ആത്മാവാണ് ഇഖ്ലാസ്. രണ്ടും കൂടുമ്പോൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. അതുകൊണ്ട് അതിന്റെ ബാഹ്യതല നിയമങ്ങൾ, ചെയ്യുന്ന അമലുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് ഓരോ ആളുകൾക്കും അത്യാവശ്യമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നോമ്പ് എന്നതാണ്. റമളാന്റെ നോമ്പ് ഒന്നുകിൽ ശഅബാൻ 30 പൂർത്തിയാവണം, അല്ലെങ്കിൽ മാസം കാണണം. ശക്കിന്റെ ദിവസം ഉണ്ടാവും, മാസം കണ്ടു എന്നൊരു പ്രചരണം, പക്ഷെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. അതിന് യൗമു ശക്ക് എന്നാ പറയാം. അന്നത്തെ ദിവസം നോമ്പോക്കൽ ഹറാമാണ്. നോമ്പോക്കൽ ഹറാമായ ചില ദിവസങ്ങളുണ്ട്. 2 പെരുന്നാൾ ദിവസം, അയ്യാമുത്ത തശ്രീഖ് 11, 12, 13, അപ്പൊ 5 ദിവസമായി. ശഅബാൻ 15-ന് ശേഷം മുത്തലക്കായ സുന്നത്ത് നോമ്പ് അതുവരെ നോക്കാത്ത ഒരാൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് ഹറാമാണ്. അതേപോലെ നേരത്തെ നോമ്പ് ഒറ്റ വരുന്ന ആളുകൾ നോക്കുന്ന പ്രശ്നമില്ല. തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ആളുകൾക്കും ശഅബാൻ 15-ന് ശേഷം നോക്കാം, പ്രശ്നമില്ല. പക്ഷെ അന്ന് സ്പെഷ്യലായിട്ട് തുടങ്ങുക, വെറുതെ കളാ വിട്ടൊന്നല്ല, നേർച്ച വിട്ടൊന്നല്ല. മുത്തലക്കൻ സുന്നത്ത് അത് പാടില്ല. അതാണ് ആ പാടില്ല എന്ന് പറഞ്ഞ മസ്കലിന്റെ രഹസ്യം. അല്ലാതെ ആർക്കും നോക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ എങ്ങനെ ചന്ദ്രൻ കണ്ടു എന്നുള്ളൊരു പ്രചരണം പക്ഷെ സ്ഥിരീകരിക്കപ്പെടുന്നില്ല. അങ്ങനത്തെ ദിവസം പാടില്ല. അപ്പം റമളാൻ എന്നുള്ളതല്ല, എല്ലാ മാസവും മാസം കണ്ട ആദ്യമായിട്ട് നമുക്ക് സുന്നത്തായ കാര്യം അപ്പൊ ഒരു ദിക്ർ അല്ലാണ്ട് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംലി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാൽ റുസ്തിൻ വ ഖൈർ. ഇത് ചൊല്ലൽ സുന്നത്താണ്. ആ സുന്നത്തിന്റെ കൂലി പോകും ചൊല്ലിയില്ലെങ്കിൽ മാത്രമല്ല. അപ്പൊ ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നോമ്പ് സായാലെന്നല്ല പറഞ്ഞു, സുന്നത്താണ്. റമളാൻ നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക? പ്രായപൂർത്തിയും ബുദ്ധിയും, അതോടുകൂടി ശാരീരികമായും മതപരമായും നോമ്പെടുക്കാൻ കഴിയുന്ന എല്ലാ മുസ്ലിമിനും നിർബന്ധം. ബുദ്ധി വേണം, പ്രായപൂർത്തിയാവുന്നു. ചെറിയ കുട്ടികളാണെങ്കിൽ ഓൽക്ക് നിർബന്ധമില്ല, മാതാപിതാക്കൾക്ക് പരിശീലിപ്പിക്കണോ, പക്ഷെ ഓൽക്ക് വ്യക്തിപരമായിട്ട് നിർബന്ധമില്ല. പ്രായപൂർത്തിയായാൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, ശാരീരികമായിട്ട് കഴിവുണ്ടെങ്കിൽ നിർബന്ധമാണ്. മതപരമായിട്ടും കഴിയണം. എന്താ അങ്ങനെ പറയാൻ കാരണം? മെൻസസ് പീരീഡിലുള്ള പെണ്ണുങ്ങൾക്ക് ശാരീരികമായിട്ട് കുഴപ്പമില്ല, മതപരമായിട്ട് പാടില്ല. അപ്പൊ ശാരീരികമായിട്ടും മതപരമായിട്ടും കഴിയുന്ന പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് കാരണങ്ങളില്ലെങ്കിൽ, രോഗം, യാത്ര പോലെയുള്ള കാരണങ്ങളില്ലെങ്കിൽ നിർബന്ധമാണ്. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ലത്, നിങ്ങൾ ചോദിക്കുക നല്ലതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. ഇന്നും നാളെയും വെച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചിന്ന് പറയാം. അത് നോമ്പ് നിർബന്ധമില്ലാത്തവരായിന്ന് മനസ്സിലാവല്ലോ. കുട്ടികള്, ഭ്രാന്തന്മാര്, കുട്ടികള്, ഭ്രാന്തന്മാര്, ഇവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ യാത്രയാണ് മമ്മൂട്ടിയൊക്കെ വെച്ചത്. ഹലാലായ യാത്ര 132 കിലോമീറ്റർ ഉദ്ദേശിക്കുന്ന ആള് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. യാത്ര ഹലാലായിരിക്കണം, 132 കിലോമീറ്റർ ഉണ്ടായിരിക്കണം, സുബഹിന്റെ മുമ്പ് നാടിന്റെ അതിർത്തി വിടുകയും ചെയ്യണം. അത് പലരും ശ്രദ്ധിക്കാറുണ്ട്. ഈ 3 കാര്യം യാത്രക്കാരനായ പോരാ. ഉദാഹരണത്തിന് ഇന്ന് നോമ്പാന്ന് കൂട്ടുക, ഓനൊരു 10:30 പോരെന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അബുദാബിക്ക്.
എന്നിട്ട് രാവിലെ നാസ്താക്കുക, ഹറാമാണ്. എന്നിട്ട് പറയാം ഞാൻ യാത്രക്കാരനാന്ന് പറയാം. അയാതി വിടലൊന്നും പറ്റില്ല. യാത്രക്കാരനാണെങ്കിൽ സുബഹിന്റെ മുമ്പ് നാടിന്റെ അതിർത്തി വിടണം. ആ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം. അല്ലാത്തവന് നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്നത് യാത്രക്കാരൻ എന്ന നിലയിലല്ല. യാത്രക്കടയിലൊക്കെ വല്ലാത്ത പ്രശ്നമൊന്നും, ഇനി വെള്ളം കുടിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണെങ്കിൽ അപ്പോ വെള്ളം കുടിക്കുക. യാത്രക്കാരൻ നൽകല്ല, ഒരു ഇടങ്ങറ് വന്നു എന്നുള്ളത്. യാത്രക്കാരൻ എന്ന ആനുകൂല്യത്തിൽ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ സുബഹിക്കുമ്പ് നാടിന്റെ അതിർത്തി വിടണം. അതാണ് അതിന്റെ നിയമം. മനസ്സിലായില്ലേ? അതാണ് 132 കിലോമീറ്റർ യാത്ര ഉണ്ടായിരിക്കണം, ദോഷം ആവാതിരിക്കണം. ഒരാളിപ്പോ പെണ്ണിനായിട്ട് ചാടി പോകണം, അപ്പൊ 200 കിലോമീറ്റർ പറ്റൂല. കാരണം യാത്ര ക്ലിയർ ആയിരിക്കണം. പല രീതിയിൽ യാത്ര ഉണ്ടല്ലോ. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും അടി ഉണ്ടാക്കാൻ വേണ്ടി പോണ വാടക കൊലയാളിയാന്ന് നോക്കുക, 50,000 രൂപ വാങ്ങിയിട്ട് മറ്റൊന്ന് തട്ടാൻ പോവാണ്. അപ്പൊ നോമ്പുകാലാണ്, ഏതായാലും യാത്രക്കാരനോട് നോമ്പ് കുറിച്ചു. യാത്ര ഹലാലായിരിക്കണം, 132 കിലോമീറ്റർ ഉണ്ടായിരിക്കണം. സുബഹിന്റെ മുമ്പ് നാടിന്റെ പരിധി വിടും വേണം. ഈ നിബന്ധനകളൊക്കെ ആണെങ്കിൽ ഓക്കെ. രോഗികൾക്കും ഖുർആൻ തന്നെ അങ്ങനെയാ പറഞ്ഞത്. അവൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസും വഇൻ കാന മരീളൻ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. രോഗികൾ, ചെറിയ ചെറിയ രോഗങ്ങൾ, തലവേദന, പല്ലുവേദന, ഇതിനൊന്നും ഒഴിവാക്കാതിരിക്കണം. പക്ഷെ അതുകൊണ്ടൊക്കെ നോമ്പ് പറ്റാൽ ഇത് കൂടുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലാത്ത കുറെ രോഗികൾ ഉണ്ടാവും, അവർക്ക് ഓക്കെ. രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നെ പടുവൃദ്ധന്മാരുണ്ടാവും, നോമ്പ് പറ്റ ആകെ കുഴഞ്ഞ് കിടന്ന് ഇടങ്ങാറാകണം, ഓൽക്കും ഒഴിവാക്കാം. മെൻസസ്, അതുപോലെ പ്രസവത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങള്, ഇവർക്കൊക്കെയാണ് അതിൽ നിന്ന് ഇളവുള്ളത്. അല്ലാത്ത എല്ലാരും നോറ്റിരിക്കണം. അകാരണമായി ആരെങ്കിലും റമളാനിലെ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ, അങ്ങനെയുണ്ടല്ലോ, ഇന്ന് വേണ്ട എന്ന് നൽകുക, അകാരണമായി കൃത്യമായ കാരണമില്ലാതെ ആരെങ്കിലും റമളാനിലെ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ അവൻ ആയുസ് മുഴുവനും നോമ്പ് നോറ്റെടുത്താലും ഈ നഷ്ടപ്പെട്ട നോമ്പിന്റെ പ്രതിഫലം ഒരിക്കലും തന്നെ അവന് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാക്കൻ എങ്ങനെ? ഫലം യുക്ലി സൗമുദ്ദഹിരി കുല്ലിഹി. ആ നഷ്ടപ്പെട്ട നോമ്പിന്റെ മഹത്വത്തെ വീണ്ടെടുക്കാൻ കാലാന്ത്യം വരെ അവൻ നോമ്പ് വെച്ചാലും സാധ്യമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് വളരെ ഗൗരവത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അത് പിന്നെ നോക്കാം എന്ന നിലയിൽ ലാഘവത്തോടെ റമളാനെ കാണുന്ന ആളുകളുണ്ട്. അപകടം. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മളെ ശംസുദ്ദീൻ ആള് വളരെ സ്വാലിഹാ മനുഷ്യനാണ്, കഴിഞ്ഞ റമളാന് 14 ദിവസം നോമ്പെടുത്തു. കഴിഞ്ഞ റമളാന് 14 ദിവസം നോമ്പെടുത്തു പറഞ്ഞാൽ 16 ദിവസം നോമ്പ് വെച്ചിട്ടില്ലാന്ന്. അപ്പൊ വലിയ മഹാനാണ്, കാരണം അതിന്റെ മുമ്പൊന്നും നോമ്പ് വെച്ചിട്ടില്ല എന്നാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞ റമളാൻ ഉഷാറായിക്കുന്നത്. പകുതിയിലേറെ നോമ്പ് ഒഴിവാക്കൽ ഉഷാറാണോ? ഒരു കാരണമില്ലാതെ ഒരു ദിവസം നോമ്പ് ഒഴിവാക്കിയാലും ഫാസിഖാണ്, അത് വീണ്ടെടുക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഇനി അവിടെ ഒരു മസാല വരും, ഭാരിച്ച ജോലിയുണ്ട്, അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? അവിടെ മറുപടി, ഈ കൊയ്ത്തുകാരെ കുറിച്ച് കിതാബിലൊക്കെ ഒരു ചർച്ച കാണുന്നുണ്ട്. കൊയ്ത്തുകാര് പഴയ കാലത്ത് അങ്ങനെയല്ലേ, നെല്ല് കൊയ്യാൻ പോവാ. അവർക്ക് ശവ്വാലിലേക്ക് നീട്ടാൻ കഴിയില്ല, രാത്രിയിലേക്കും പണി നീട്ടാൻ കഴിയില്ല. പകലിന് പണിക്ക് പോകണമെങ്കിൽ നോമ്പ് ഒഴിവാക്കി പോരുത്. അദ്റൈമാം അങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. അവര് ശരിക്ക് നിയ്യത്ത് ചെയ്ത് നോമ്പ് പോറ്റ് പോണം. പണിക്കിടയിൽ തളർച്ച ഒന്നും ഇനി പിടിച്ചിരിക്കാൻ പറ്റൂലെങ്കിൽ അപ്പം പറ്റും, നോമ്പെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഭാരിച്ച ജോലി ചെയ്യുന്ന ആളുകളെയും ചില മഹാന്മാർ തയ്യാസാക്കുന്നവർ ഇതിലേക്ക് തുടർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാരിച്ച ജോലിയാണ്, രാത്രിയൊക്കെ ഡ്യൂട്ടി നീട്ടാൻ പറ്റുന്നില്ല, ഈ മാസം എടുക്കാതിരിക്കാൻ പറ്റില്ല, കുട്ടികൾ പട്ടിണിയാണ്. എന്നാ നോമ്പ് കുറിച്ചാണ്ട് പണിക്ക് വരുത്, പണിക്ക് നോമ്പ് വെച്ചാണ്ട് പോവാ. അതിന്റെ ഇടയിൽ തളർച്ച എന്നാൽ അപ്പം ഒരുക്കുക, പിന്നീട് കവാവിട്ട, അങ്ങനെ പറ്റും. എങ്ങനെ പാലൊടിക്കുന്ന ഉമ്മാർക്കാണെങ്കിൽ കുട്ടിന്റെ പേരിലാണെങ്കിലും ഓളുടെ പേരിലാണെങ്കിലും നോമ്പ് ഒഴിവാക്കാം. പക്ഷെ കുട്ടിന്റെ മാത്രം പേരിലാണ് നോമ്പ് ഒഴിവാക്കിയെങ്കിൽ നോമ്പ് ഖളാ വീട്ടലോട് കൂടി മുദ്ദ അരിയും കൊടുക്കണം. കുട്ടിന്റെ പേരിൽ മാത്രം ഒഴിവാക്കിയതാണ്. അതിന്റെ ഭാഗം നാളെ പറയാന്ന് കരുതിയിട്ടാണ്. ഇന്ന് നീയത്തും ഇതുമായി ബന്ധപ്പെട്ടവും പറഞ്ഞ് നാളെ മറ്റുള്ള പറയാം. എന്നാലും നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞാണ്. ഇപ്പൊ ഗർഭിണി അല്ലെങ്കിൽ മുലയൊട്ടുന്ന പെണ്ണ് 2 നിലയിലാണ് നോമ്പ് ഒഴിവാക്കുക. ഓൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടിക്ക് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവൂലേ? അതിന്റെ പേരിൽ, കുട്ടിന്റെ പേരിൽ മാത്രമാണ് ഒഴിവാക്കിയെങ്കിൽ നോമ്പ് ഖളാ വീട്ടും വേണം, മുത്ത് കൊടുക്കും വേണം. എന്നാ പിന്നെ മുത്ത് കൊടുക്കണ്ട, ഖളാ വീട്ടിയാൽ മതി.
അരി കൊടുക്കണ്ട, നോമ്പ് കൊള്ളാവട്ടെ. അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാ നിങ്ങൾ ചോദിച്ചോളി, അതല്ല അല്ലേ? ആ അതെ. ആ നിങ്ങളെ നാടിന്റെ അതിർത്തി വിട്ടില്ലേ? ആ മതി. എവിടുന്ന്? ആ പറ്റൂ. നിങ്ങള് സുബൈന്റെ നിങ്ങളെ നാടിന്റെ അതിർത്തി വിട്ടാല് നിങ്ങളെ ഭാര്യ വിട്ട് പുറത്താണെങ്കിൽ അവിടുന്ന് നാസ്താക്കുന്നാണ്ട് പറഞ്ഞാണ്ട് എരപ്പാക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് തിന്നു പോവാ. അതെ അതെ അതെ, ആ തിന്നു പോവാ. നമ്മളീ നാസ്താന്ന് പറയുമ്പോ ചെറുപ്പം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഭാര്യ വീട് ഉണ്ട് അല്ലെ? തിരൂര ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ സുബൈന്റെ നിങ്ങള് ഈ നാടിന്റെ അതിർത്തി വിട്ടെങ്കിൽ അവിടുന്ന് കഴിച്ചു പോവാ. കഴിച്ചു പോവാ. അത് കുഴപ്പമില്ല. നമ്മള് നാസ്താക്കെന്ന് പറയുമ്പോ ഈ പൊറാട്ടയും ബീഫൊക്കെ കൂടി ചാമ്പിടെ ഇങ്ങനെ മനസ്സിക്ക് വരെ. അപ്പൊ നോമ്പ അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അയിമന്നാണ്ട് വിട്ടത്. തിന്നു പോവാ. നിങ്ങള് നാസ്താക്കിയാലും വേണ്ടില്ല, നാശാക്കിയാലും വേണ്ടില്ല. ആയിക്കോട്ടെ. നാടിന്റെ അതിർത്തി വിട്ടാൽ തിന്നു പോവാ. തിന്നാനായിട്ട് നാടിന്റെ അതിർത്തി വിടും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ക്ലിയർ ആയില്ലേ? ആ നാടിന്റെ അതിർത്തി വിട്ട് അങ്ങക്ക് തിന്നാം, നോമ്പ് പൊറിക്കാം. അതാണ് അതിന്റെ ഉദ്ദേശം. വെള്ളം കുടിച്ചിട്ട് നായിട്ട് തിന്നിട്ട് അങ്ങനെ ആകണ്ട, നോമ്പ് പൊറിക്കാം. 132 കിലോമീറ്റർ. ആ മറ്റേതിപ്പോ ഈ വട്ടത്താണി തിരുവിന്റെ അടി കൂടി ആടുകൊണ്ട് ഓടുന്ന ബസ്സുകാർക്കൊക്കെ മുറിക്കാമല്ലോ. കാരണം ഓല് പോയാലും ഓടുണ്ടല്ലോ. 132 കിലോമീറ്റർ അങ്ങോട്ട് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പറ്റില്ല. അങ്ങോട്ട് പിന്നെ ജമ്മാക്കണം. അവിടെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. കസറാക്കലല്ല, ഏത് യാത്രക്കാരനും ജമ്മാക്കാം. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം എടുത്താണ്. 132 കിലോമീറ്റർ അല്ലാത്ത സമയത്തും ഞാൻ ജമ്മാക്കിയിട്ടുണ്ട്. കാരണം എന്താ, കുടുങ്ങിയ എന്താ ചെയ്യാ? കസറിന് പറ്റൂല, നോമ്പിനും പറ്റൂല. എന്നാ നിങ്ങൾ ചോദിച്ചോളേ. അതല്ല അല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ചോദിച്ചോളൂ. നീ എന്താണ്ടാ നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ക്ലിയർ ആയില്ലേ? ഞാൻ ആ നാസ്ത എന്നുള്ള വാക്കിനെ മാത്രമാണ് തിരുത്തിയത്. ഇനി നാസ്താന്ന് പേരിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അല്ല കുഴപ്പമില്ല. അതിർത്തി കഴിഞ്ഞിട്ട് നിങ്ങളെ പെണ്ണുങ്ങളെ വീട്ടിൽ നിങ്ങൾ കഴിച്ചോളി. ഞാൻ അതിനായിട്ട് വേറെ പെണ്ണിട്ടാ നിൽക്കണ്ട. നിലവ് പെണ്ണിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചു പോയിക്കോളി, കുഴപ്പമില്ല. കാരണം പെണ്ണുങ്ങളെ വീട് നിങ്ങളെ വീടല്ലല്ലോ, നിങ്ങളെ നാടല്ലല്ലോ. ഇല്ല, അതിനൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞാ ഞാൻ പഠിച്ചു പറയാന്നായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളല്ലേ ഞാൻ പറയുന്നത്. ഞാൻ അതൊരു പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതിന് സമയം കിട്ടില്ല. അത് നിങ്ങൾ ചോദിച്ചാലേ ഞാൻ ഇത് ഓർമ്മയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പറയും, അത്രയാണ്. അപ്പോ യാത്രക്കാരന്റെ കാര്യം അതാണ്. ഈ നീയത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുന്ന ആള് നോമ്പ് 30 ദിവസത്തിന് നോമ്പ് പറഞ്ഞാലും 30 അമലുകളാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ വഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി ഔ കമാ ഖാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നോമ്പും ഓരോ നിയ്യത്താണ്. അപ്പൊ ഓരോ നോമ്പിനും അതാത് രാത്രിയിൽ നിയ്യത്ത് വെക്കണം. പിന്നെ മാലിക്കി മദ്ഹബിൽ ഒരു ചർച്ച ഉണ്ട്. അത് ഷാഫി മദ്ഹബിൽ സുന്നത്താക്കിയിട്ടുണ്ട്. റമളാന്റെ ആദ്യത്തെ രാത്രിയിൽ എല്ലാ ദിവസത്തേക്കും നോമ്പ് വെക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് നിയ്യത്ത് വെച്ചാൽ, ഇടയിൽ ഏതെങ്കിലും ദിവസം മറന്നു പോയാൽ ആദ്യം വെച്ച നിയ്യത്ത് അതിന് മതിയാവും എന്ന് മാലിക്കി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. അത് എടുത്തുകൊണ്ട് ഷാഫി മദ്ഹബർക്ക് അമൽ ചെയ്യാവുന്നത്. എല്ലാ രാത്രിയിലും ഓരോ നോമ്പിന് വേണ്ടി നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. നിയ്യത്ത് വെക്കുമ്പോ റമളാനിലെ നാളത്തെ നോമ്പ് എന്ന് കൂട്ടണം. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ഒരു ചർച്ച ഉണ്ട്. ഒരു ഹദീസ് അടിസ്ഥാനത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകൽ വന്നു. ഏകദേശം നാസറിന്റെ സമയം. അൽ ഇന്ദകി ശൈഉൻ യാ ആയിഷ, നിങ്ങളടുത്ത് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ആയിഷ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ പറഞ്ഞു. ഫൈനി അന സ്വൈം, എന്നാ ഞാൻ നോമ്പ് വെക്കണം. അത് ദുഹാ സമയത്ത്. ഈ ഹദീസിനെ ആധാരമാക്കി മഹാന്മാർ പറഞ്ഞു, ഹനഫി മദ്ഹബിലെ മഹാന്മാർ പറഞ്ഞു, റമളാന്റെ നോമ്പ് ആണെങ്കിലും സുബഹിക്ക് ശേഷം നിയ്യത്ത് വെക്കാവുന്നതാണ് എന്ന്. പക്ഷെ ഷാഫി ഇമാം അതിനെ തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന് ചോദിച്ചതും പറഞ്ഞതും സുന്നത്ത് നോമ്പാണ്, അത് സുന്നത്ത് നോമ്പിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്, റമളാനിലെ ഫർള് നോമ്പിന് ബാധകമല്ല എന്ന്
ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയും. അപ്പൊ സുന്നത്ത് നോമ്പിന് സുബഹിക്ക് ശേഷം നിയ്യത്ത് വെച്ചാൽ മതിയോ? ഉച്ചയ്ക്ക് മുമ്പായിട്ട്. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതിയാവും എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തീറ്റം കൂടി നിർത്തണം കേട്ടോ. ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി എന്നാണ്. അപ്പൊ ഒരു ഉച്ച വരെ ഒന്നായിട്ട് തിന്നാൻ കരുത്. നോമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സുബഹിയോട് കൂടി ഒക്കെ ബ്രേക്ക് ചെയ്യണം. നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി. അവിടെ സുന്നത്ത് നോമ്പിന്റെ കൂടെ ഫർളും കൂടി കൂട്ടിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും. നഷ്ടപ്പെട്ട നോമ്പ് കളാ വീട്ടിലും കൂടി. അങ്ങനത്തോർക്ക് പറ്റില്ല. അങ്ങനത്തോർക്ക് രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. നേർച്ച വീട്ടുന്ന ആളുകൾ ഉണ്ടാവും. നേർച്ച എന്നുള്ള ഉജൂബായി. അങ്ങനത്തോർക്ക് രാത്രി വെക്കണം. വെറും സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. പക്ഷെ നിയ്യത്ത് ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതിയെങ്കിലും നോമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സുബഹി മുതലേ മാറിയിരിക്കും വേണം. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് ആകെ പറയാനുള്ളത്. ഇനി പിന്നെ ചോദിച്ചാലും ആണെങ്കിൽ പറയാന്ന് മാത്രം. ഉണ്ടോ? ഏ ഏ ഇനി പിന്നെ ഇവിടുന്ന് ഒരാള് പിന്നെ നോമ്പിന് മാസം കണ്ട് അബുദാബി പോയി, അവിടെ പിന്നെ ഷാബ 30 അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാള് നോമ്പ് വെച്ചുകാണ്ട് അവിടെ പോയി, അവിടെ പെരുന്നാളാണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോ എന്താ വേണ്ടത് നാളെ ഞാൻ പറഞ്ഞത്. എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ തലക്ക് കയറില്ല. അത് കുറച്ച് ചിന്തിച്ച ഗഹനമായ വിഷയം. അതുകൊണ്ട് നാളെ പറയാം. പിന്നെ ആർക്കൊക്കെയാണ് നോമ്പ് മുറിക്കാൻ പറ്റുക, നോമ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ ചർച്ചയിൽ പറയാം. കാരണം നമ്മൾ ഒരുപാട് സമയം സുബിന്റെ ശീലിക്കാറില്ല, അതുകൊണ്ടാണ്. ഇനി ഇത് ഞാൻ ചർച്ച ചെയ്ത വിഷയത്തിൽ അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? എനിക്ക് ഈ ചോദ്യം മറുപടി നല്ല രസമാണ്. കാരണം നമ്മള് ഫിഖിയായ ചർച്ച ഒന്നും പോയി കിട്ടുള്ളൂ. ആ ആ ആ അത് പിന്നീട് വരുന്ന സമയം എന്നുള്ള അർത്ഥമുള്ളൂ. ഞാൻ ഒരു ആയത്ത് പോയിത്തരാം. വൽ തന്നൂർ നഫ്സും മാ ഖദ്ദമത്തിൽ വദി. നാളേക്ക് വേണ്ടി ഓരോ ശരീരവും എന്താണ് ചെയ്തെന്ന് ഓർക്കുമെന്ന് ഖുർആനിലുണ്ടല്ലോ. വൽ തന്നൂർ നഫ്സുൻ, ഓരോ ശരീരം ഓർക്കട്ടെ, മാ ഖദ്ദമത്തിൽ വദി, ഓ നാളേക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് അവൻ ഓർക്കട്ടെ എന്ന് ബുധനാഴ്ച ഒരാളിങ്ങനെ ഓതുമ്പോ വ്യാഴാഴ്ചത്തെ കാര്യം ഓർക്കട്ടെ എന്നല്ലല്ലോ അതിന് മാന. ആണോ? അല്ല, അതിന് മാനേതല്ലല്ലോ. പിന്നെ വരുന്ന സമയം. അതുപോലെ നാളെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സമയം എന്നുള്ള ആ അതാണ് ഞാൻ ഖുർആൻ ഓതിയത്. നല്ല ചോദ്യമാണ്, കുറച്ച് വളഞ്ഞ ചോദ്യമാണ് മാത്രം. നീ എന്തിനുണ്ടാവും? എന്നാ ബാക്കി നമുക്ക് നാളെ ആക്കാം ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്. ഖളാ വീട്ടണതിനെ കുറിച്ച്, മുദ്ദ് കൊടുക്കണതിനെ കുറിച്ച്, പിന്നെ അതുപോലെ എന്തൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാക്കുക തന്നെ ചോദിച്ചത് തന്നെ പറയായിരുന്നു. പക്ഷെ നിങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് നാളേക്ക് നീട്ടിച്ചു, സമയം ഒരുപാടായതുകൊണ്ട്. നമ്മളെ മൂസക്കുട്ടിയൊക്കെ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. നമ്മളെ ഈ തൊട്ടടുത്ത വീട്ടുകാരെ നമ്മള് അദ്ദേഹം വലിയൊരു മരിച്ചു എന്ന വീരാണ് കിട്ടിയത് അല്ലേ? ഇന്ന് മാരിവോട് കൂടി മയ്യത്തെത്തും. അവിടെ ഒരു മസലയും കൂടി പറയാണ്, രാത്രി മയ്യത്ത് മറവ് ചെയ്യാവോ? രാത്രി ഒരു കാരണമില്ലാതെ മറവിയൽ കറാത്താണ്. കാരണം ഉണ്ടെങ്കിൽ ഒരു കറാത്തും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു പേടിയുണ്ട്. രാത്രി മറവ് ചെയ്താൽ എന്തോ ഹലാക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ പകലിലേക്ക് നീട്ടും. അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് രോഗികളൊക്കെ ആയിട്ട് മരിച്ചാണെങ്കിൽ കൂടുതൽ നീട്ടിയേക്കാതെ രാത്രിയിൽ തന്നെ മറയുകയാണ് നല്ലത്. അപ്പൊ ആ മസാല ഞാൻ പറഞ്ഞത് മാത്രം, സൗകര്യാർത്ഥം കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ രാത്രിക്ക് മുമ്പ് അല്ലെ, രാത്രിയായിട്ട് മറയുമായിരിക്കും അല്ലെ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഇന്ന് നമ്മളെ നൗഷാദിന്റെ വകയാണ് ചായം ചെയ്യുന്ന. അദ്ദേഹം ഒരു പുതിയ കട തുറക്ക, എന്തോന്ന് പറഞ്ഞിരുന്നു, കട പുതിയ തുറക്കണോ, കടമാറ്റൽ പരിപാടിയാണ് ഇന്ന്. അപ്പൊ അതിന്റെ ഒക്കെ ഉദ്ദേശിച്ചായിരിക്കും തരണേ. പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറും ബർക്കത്തും ആയി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അള്ളാഹ്. വിശുദ്ധ റമളാനാണ് തൊട്ടടുത്ത് നിൽക്കുന്ന റബ്ബേ. അള്ളാഹുവെ അതിന് പാകപ്പെട്ട മനസ്സേറിനെ അള്ളാഹ്, മാലിന്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹ്. പാവങ്ങളായ അടിയങ്ങളായ ഞങ്ങളെ നീ രണ്ട് ലോകത്തും ഇസ്സത്തിലാക്കി തരണേ അള്ളാഹ്. അള്ളാഹുവെ രാവിലെ തന്നെ ഈ ചർച്ചാ ക്ലാസ്സിലും ഖുർആൻ ക്ലാസ്സിലും സഹീഹ് ബുഖാരിയുടെ ക്ലാസ്സിലും പങ്കെടുക്കാൻ ദൂരെന്നോ അടുത്തുനിന്നോ വരുന്ന ആളുകളുണ്ട്. അതിൽ വലിയ വലിയ ആളുകൾ വരെയുണ്ട് ബർക്കത്തിന് വേണ്ടി വന്നിരിക്കുന്നവർ.
അള്ളാഹുവെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ വീട്ടണേ അല്ലാ, അന്തസ്സുള്ള ആയുസ് നൽകണേ അല്ലാ, അത് സുദീർഘമാക്കി തരണേ അല്ലാ, അതൊക്കെ ദഅവത്തിന് ഖുദ്മത്തിനാക്കി തരണേ അല്ലാ. അള്ളാഹുവെ എപ്പോഴാണ് മരിക്കുന്നെങ്കിലും അത് നല്ല സ്ഥലം, നല്ല സമയം, നല്ല രൂപത്തിലാക്കി തരണേ അല്ലാ. ആ സമയത്ത് കെലിമ കിട്ടാതെ ഏറ്റവും വലിയ ഹലാക്കിൽ ദുരന്തത്തിൽ പെടുന്ന അപകടം വിധിക്കല്ല അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മരണ ദിവസം ഞങ്ങളുടെ ആവേശത്തിന്റെ ആഘോഷത്തിന്റെ ദിനമാക്കണേ അല്ലാ. ഞങ്ങളുടെ മയ്യിത്തായി പോകുന്ന യാത്ര സന്തോഷദായകമായ യാത്രയാക്കണേ അല്ലാ. നാളത്തെ ഖബർ ഞങ്ങൾക്ക് സുരക്ഷിത താവളമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب. ഹജ്ജിന് ഉംറക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറയാണ്, ഈ വിനീതന്റെ ക്ലാസ് തലക്കടുത്തൂർ സഫിയ ഓഡിറ്റോറിയത്തിൽ 10:30 മുതൽ ഉച്ചവരെ ഹജ്ജ് ക്ലാസ് ഉണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടാൽ ഉപകാരമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.